ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തി മൂന്നാമത്തെ ദിവസം തൊട്ടിട്ടാണ് ഈ ഒരു പ്രശ്നം എന്നിൽ ഉടലെടുക്കണേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ പല്ലിൽ കേടായിരുന്നു കേട്ടോ. അപ്പം അത് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഡേറ്റ് തന്നതാണ്. പക്ഷെ ആ സമയത്താണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ടാബ്ലറ്റോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ എൻ്റെ പല്ലിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തി മൂന്നാമത്തെ ദിവസം തൊട്ടിട്ട് നല്ല പെയിനാണ്. ഫുഡൊന്നും കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേറെ ടാബ്ലറ്റ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ കുഞ്ഞാവേനെ ഉറക്കി കിടത്തിയിട്ടാണ് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നേരെ പോത്തങ്കോട്ടാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ആനന്ദേശ്വരത്തോട്ടാണ് പോയത്. നമ്മൾ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിലോട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിലെ മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാലിലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ കാലിലുണ്ടായിരുന്ന നീര് ഫുള്ള് പോയി കേട്ടോ. ദേ അവിടെ ഒരു പാട് കണ്ടില്ല. അത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഈ നീരുള്ളത് കൊണ്ട് അവരൊരു സോക്സ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട സമയത്ത് എന്തോ സംഭവിച്ചതാണ് അവിടെ അങ്ങനെ ഒരു പാട് വന്നത്. അത് ഇതുവരെയായിട്ട് മാറില്ല കേട്ടോ. ഇനി ഒരു പക്ഷേ മാറുമായിരിക്കും. അങ്ങനെ നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിലൊക്കെ പോയി അവർ വേറെ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്സ് മാറ്റിയിട്ട് വേറൊരു മരുന്ന് വെച്ചിട്ട് അടച്ചു വിട്ടു. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പെയിൻ വന്നു. പിന്നെ ഈ ഒരു നിമിഷം വരെ ഒരു കുഴപ്പമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നുണ്ടേ.